വാർത്ത വായിച്ചു. വെള്ളിയാഴ്ച ദിവസം പടച്ചവനെ ജുമഅയ്ക്ക് വേണ്ടി ഇമാം കയറി നിൽക്കുമ്പോ പ്രസംഗിക്കാൻ കയറി നിന്ന പടച്ചവനെ അവിടുത്തെ ഇമാം പറയുകയാണ്, വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല. വിശപ്പ് കാരണം എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ദാഹം കാരണം നിങ്ങൾക്കത് കേൾക്കാനും കഴിയുന്നില്ല. നമുക്ക് നമസ്കരിക്കാമെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന വാർത്തകളാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ ലോകം വല്ലാത്ത ഒരു കാഴ്ച കാണാൻ പോവുകയാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങൾ വീണ് മരിച്ചു പോകുന്ന ഒരവസ്ഥ, പിഞ്ചുകുട്ടികൾ വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ, ഓരോ കുഞ്ഞുങ്ങളുടെ രൂപം കാണുമ്പോ ഫേസ്ബുക്കിലും പടച്ചവനെ മൊബൈലുകളിലേക്ക് അതാ ഫലസ്തീന ജനതയിലെ പിഞ്ചുമക്കളുടെ എല്ലും തോലുമുള്ള ശരീരം കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതാണ് അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതാണ് അവിടുന്ന് ഒരു മനുഷ്യൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഏതാ പട്ടിണി മരണമാണ് ലോകം കാണാൻ പോകുന്നത്. ഇനി പട്ടിണി മരണം ലോകം ഇന്ന് വരെ കാണാത്ത പട്ടിണി മരണമാണ് ഗാസയിൽ ലോകം കാണാൻ പോകുന്നതെന്ന് വിളിച്ചു പറയുമ്പോ അതാ ഉബൈദ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. അവിടെന്ന് ആ മനുഷ്യൻ പറയുകയാണ്, ഈ ജനതയുടെ ഈ പ്രതിസന്ധിയിൽ തിരിഞ്ഞു നോക്കാത്ത ഒറ്റ മുസ്ലിമിനെയും അല്ലാഹു നിങ്ങളെ വെറുതെ വിടൂല. പടച്ചവൻ നിങ്ങളെ പിടിച്ചു നിർത്തും. പ്രിയ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എന്നെ കളിയാക്കുകയാണോ നബിയെ? അങ്ങും എന്നെ കളിയാക്കുകയാണോ? പാവപ്പെട്ടവൻ പോലും മക്കളെ കെട്ടിച്ചു തരുന്നില്ല, പിന്നെയല്ലേ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ അവന്റെ മകളെ എനിക്ക് കെട്ടിച്ചു തരുന്നത്? റസൂലുള്ളാഹ് പറഞ്ഞു, ഞാനാ പറഞ്ഞത് പോയി ചോദിക്കാൻ, ഞാനാ പറഞ്ഞത് പോയി ചോദിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയുമല്ലോ, അവസാനം അല്ലാഹുവേ അവിടുന്ന് കല്യാണാലോചന നടത്തി. അവിടുന്ന് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളെ കല്യാണത്തിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അവസാനം അല്ലാഹ് വിവാഹത്തിന് മഹർ വാങ്ങാൻ പോയതാ ചെറുപ്പക്കാരാ. നാളെ വിവാഹമാണ്. പുതിയ പെണ്ണുമായി മണിയറയ്ക്കകത്ത് കടന്നു പോകേണ്ട ചെറുപ്പക്കാരന് മഹർ വാങ്ങുന്നതിന് വേണ്ടി പട്ടണത്തിൽ പോയപ്പോഴാണ് അവിടുന്ന് വിളിച്ചു പറയുന്നത്, ഇസ്ലാമിനെതിരെ ശത്രുക്കൾ കടന്നു വന്നിരിക്കുകയാണ്. തന്റെ പുതിയ പെണ്ണിന് വാങ്ങിയ, തന്റെ പുതിയ പെണ്ണിനെ കൊടുക്കാൻ വാങ്ങിയ വസ്ത്രം തിരിച്ചു കൊടുത്തിട്ട് ഒരു വാളും ഒരു പരിചയം വാങ്ങി ഒരു തുണിയെടുത്ത് മുഖം മറച്ചിട്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാണ്. കണ്ടവരെ മുഴുവനും വെട്ടിഞ്ഞുറുക്കുകയാണ്. അവസാനം തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിരുന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ പോലും ചോദിച്ചു, നീ എന്തിനാ വന്നത്? നിന്റെ കല്യാണമായിരുന്നില്ലേ? ഒരു പെണ്ണ് നിന്നെ കാത്തിരിക്കുകയായിരുന്നില്ലേ? അല്ലാഹുവേ, അവിടെന്ന് പറഞ്ഞു, നബിയേ, സ്വർഗം കിട്ടില്ലേ നബിയേ? അതിനേക്കാളും വലുത് സ്വർഗമല്ലേ നബിയേ? മണിയറയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ എത്രയോ സഹാബത്ത് അതാ കല്യാണം കഴിഞ്ഞ് പാതിരാത്രി ഭാര്യയുടെ കൂടെ കടന്ന സ്വഹാബി കുളിക്കാൻ പോലും നിൽക്കാതെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, പുതിയ പെണ്ണിന്റെ കൂടെ കിടപ്പറയിൽ കിടന്നിട്ട് അവസാനം ആ സ്വഹാബി ഇറങ്ങുകയാണ്. പടച്ചവനെ, ഭാര്യയാണ് വാളെടുത്തു കൊടുത്തത്. ഭർത്താവ് രണാങ്കണത്തിൽ ഇറങ്ങുമ്പോ പുതിയാപ്പള പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു എനിക്ക് ആയുസ് തന്നാ തിരിച്ച് നിന്റെ മുന്നിൽ വരാ, ഇല്ലെങ്കിൽ നാളെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ പെണ്ണ് എന്ന് പറഞ്ഞിട്ട് രണാങ്കണത്തിൽ ഇറങ്ങിപ്പോയി. ഷഹീദായ സഹാബത്തിന്റെ രക്തമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉപമിച്ചത് ആ രണാങ്കണത്തിൽ ഷഹീദായവരുടെ ശരീരത്തിൽ നിന്നൊലിച്ച രക്തമുണ്ടല്ലോ, ആ രക്തത്തിനോട് തുല്യമാണ് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞവന്റെ കണ്ണുനീരെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്ത് ബദറിലും മുഹദിലൊക്കെ പോയി ഷഹീദായ സഹാബത്ത് അവരുടെ ഒന്നാമത്തെ തുള്ളി 7 പ്രതിഫലം അവർക്കുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ തുള്ളി രക്തം അവരുടെ ശരീരത്തിൽ നിന്ന് ഭൂമിയിൽ വീണാൽ അവരുടെ സർവ്വ പാപങ്ങളും പൊറുക്കും, അവരുടെ സർവ്വ പാപങ്ങളും പൊറുക്കും. മരിക്കുമ്പോ സ്വർഗത്തിൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവർക്ക് കാണിച്ചു കൊടുക്കും. ഇത് കണ്ടിട്ട് മരിച്ചാൽ മതി. അതാണ് ഷഹീദ്, അതാണ് ഷഹീദ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് അല്ലാഹു മരിക്കുന്ന സമയം സ്വർഗ്ഗത്തിന്റെ അവർക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ കാണിച്ചു കൊടുക്കും. 2, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഈമാനിന്റെ വസ്ത്രം അവിടെ ധരിക്കും. അതുകൊണ്ട് അവരുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. ഏത് കോലത്തിലാണോ അങ്ങനെ അടക്കണം, ഏത് രീതിയിലാണോ അവരുടെ കുളിപ്പിക്കാൻ പാടില്ല, മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല ഷഹീദായവരുടെ. അതുകൊണ്ടല്ലേ കൊറോണ വന്നിട്ട് കുളിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഈ കൊറോണ വന്ന് മരിക്കുന്നവരുടെ ഒക്കെ നേരെ ചുമ കുളിപ്പിക്കാറുണ്ടോ? ഇല്ല. അതേ രീതിയിൽ മടക്കുന്നു. നമ്മൾ ചിന്തിച്ച് അതാണ് ഷഹീദിന്റെ നമ്മൾ അതാണ് ഷഹീദിനോട് ഉപമ പഠിക്കുന്നത്. മരിക്കുന്ന അത് എങ്ങനെയാണോ ആ രക്തമൊന്നും മാറ്റാൻ പാടില്ല, ആ ധരിച്ചിരിക്കുന്ന വസ്ത്രം മാറ്റാൻ പാടില്ല, അതുപോലെ തന്നെ പുതിയുക കൊണ്ടുവന്ന് കബറടക്കാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ഈമാനിന്റെ വസ്ത്രം ധരിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് ഖബറിന്റെ അകത്ത് പിന്നെ ചോദ്യമൊന്നും പ്രത്യേകിച്ച് എന്ത് ചോദിക്കാൻ, ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർക്ക് ഖബറിന്റെ അകത്ത് വിചാരണയില്ല. അതുപോലെ തന്നെ നാളെ പരത്തവന്റെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് ഞാൻ നിനക്ക് തന്ന സമ്പത്ത് എന്തെടുത്തടാ, നീ നിസ്കരിച്ചോടാ, അവിടെയും ചോദ്യമൊന്നുമില്ല. അവിടെയും അവർക്ക് വിചാരണയില്ല. അള്ളാഹുവിന്റെ പരലോകത്ത് യാതൊരു ഭയവും വേണ്ട. ഈ ഭൂമിയെക്കാളും ദുനിയാവിനെക്കാളും വിലപിടിപ്പുള്ള അതിനേക്കാളും ഭംഗിയുള്ള കിരീടം അള്ളാഹു അവരുടെ തലയിൽ വെച്ചുകൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 72 കന്യകമാരെ ദുനിയാവിൽ തന്റെ ഭാര്യയെ കളഞ്ഞിട്ട് പോയവരില്ലേ, 72 കന്യകമാരെ അള്ളാഹു നാളെ അവർക്ക് പ്രതിഫലമായിട്ട് കൊടുക്കും. മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു, തന്റെ കുടുംബത്തിൽ നിന്ന് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവകാശം കൂടെ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞ ങ്ങാതി. അള്ളാഹു ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ, നമ്മൾ മാത്രമല്ല ഇങ്ങനെ ദുആ ചെയ്യാറുള്ളൂ, പടച്ചവനോട് റബ്ബേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം എന്താ. അപ്പൊ ഈ ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാപ്പ, എന്താ ചെയ്യാ? 1 പറഞ്ഞ് 2 പറഞ്ഞ് കളിയും തമാശയും ഈ സീരിയലും ഈ ടാബും അല്ലേ ആകെ പരിചയമുള്ളൂ. 1 പറഞ്ഞ് 2 പറഞ്ഞ് അടുത്തപ്പോ ഇവിടെ അടുത്തൊരു പള്ളിയിൽ പോയപ്പോ തമാശയ്ക്ക് കയറി തൂങ്ങിക്കളഞ്ഞു. തമാശയ്ക്ക് വാപ്പായും ഉമ്മായും ഉണ്ടായിരുന്നു, ചുമ്മാ കളിപ്പിക്കുക, ഇപ്പൊ ചത്തുകളെ ഇപ്പൊ തൂങ്ങിക്കളയും, അവസാനം തൂങ്ങുന്ന അവസ്ഥകളാണ്. ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.